പോളണ്ടിലെ സാംസ്കാരിക നഗരമായ ക്രാക്കോവിൽ നിന്നും ചരിത്രത്തിന്റെ കറുത്ത ഓർമ്മകളും ദുരന്ത സ്മരണകളുമുള്ള ഓഷ്വിറ്റ്സിലെ കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്ക് ഞാൻ യാത്ര ചെയ്യുകയാണ്. പല ഗ്രാമങ്ങൾ കടന്നാണ് യാത്ര. ഡിസ്കവർ ക്രാക്കോവ് എന്ന ടൂർ കമ്പനിയുടെ വാനിൽ 10ഓളം യാത്രികരുണ്ട്. മുൻ സീറ്റ് തന്നെ എനിക്ക് കിട്ടിയിരിക്കുന്നു. പോളണ്ടിന്റെ ദക്ഷിണഭാഗത്തെ കൃഷിയിടങ്ങൾ പിന്നിട്ടാണ് പോകുന്നത്. ഫലഭൂയിഷ്ഠമായ പ്രദേശങ്ങളാണ്. വിസ്റ്റുല നദിയുടെയും അതിന്റെ പോഷക നദികളുടെയും തടങ്ങളാണിത്. കാർഷിക സമൃദ്ധമായ പ്രദേശങ്ങൾ. നന്നായി പരിചരിക്കുന്ന കൃഷിയിടങ്ങളാണെന്ന് കാണുമ്പോഴേ അറിയാം. ചെറിയ പറമ്പുകളല്ല. നോക്കത്താ ദൂരം കുന്നുകളും താഴ്വരകളും കടന്നുപോകുന്ന പോളണ്ടിന്റെ സമ്പൽ സമൃദ്ധമായ ഭൂപ്രദേശങ്ങൾ. ദാരിദ്ര്യമുണ്ടായിരുന്ന ഒരു കാലം ഈ നാടിനുണ്ട്. അതിനെ മറികടന്ന് സമ്പൽ സമൃദ്ധിയിലേക്ക് ഇവർ വളർന്നിരിക്കുന്നു. കൊട്ടാര സദൃശമായ ഹോട്ടലുകളും മറ്റും വഴിയോരത്ത് കാണാം. കൃഷിയിടങ്ങൾക്ക് നടുവിൽ തന്നെയാണത്. ഓഷ്വിറ്റ്സിലേക്കുള്ള യാത്ര തുടരുകയാണ്. ഗംഭീരമായ പ്രദേശങ്ങളാണ്. ധാരാളം കൃഷിയിടങ്ങളും നല്ല അടിസ്ഥാന സൗകര്യങ്ങളുമുള്ള സ്ഥലങ്ങൾ. ചെക്ക് റിപ്പബ്ലിക്കിനോടും സ്ലൊവാക്യയോടുമൊക്കെ അതിർത്തി പങ്കിടുന്ന പോളണ്ടിന്റെ തെക്കൻ പ്രദേശമാണിവിടം. കുറേ ദൂരം കൃഷിയിടങ്ങൾക്ക് നടുവിലൂടെ ഓടി ചെറിയൊരു വനപ്രദേശത്തേക്ക് എത്തുന്നു. ചെറുമരങ്ങളുടെ വനം. ഇത്തരത്തിലുള്ള നിരവധി വനങ്ങളുണ്ടിവിടെ. പോളണ്ടിന്റെ ആകെ ഭൂവിസ്തൃതിയുടെ 29% ഇത്തരത്തിലുള്ള വനങ്ങളാണ്. നാഷണൽ പാർക്കുകൾ പോലെ രൂപപ്പെടുത്തിയിരിക്കുന്ന ഇടങ്ങൾ. ഓക്ക്, ആഷ്, പൈൻ, മേപ്പിൾ, പോപ്ലാർ തുടങ്ങിയ മരങ്ങളൊക്കെ ഇവിടെയുണ്ട്. ബ്രോഡ്ല എന്നൊരു പ്രദേശത്തിനോടടുത്താണ് വനം. സ്റ്റേറ്റ് ഫോറസ്റ്റ് ഹോൾഡിംഗ് മാനേജ്മെന്റ് എന്ന ഗവൺമെന്റ് ഏജൻസിയാണ് ഇത്തരം വനങ്ങൾ പരിപാലിക്കുന്നത്. വനം കടക്കുന്നതോടെ ബ്രോഡ്ലയിലേക്ക് എത്തുന്നു. ഒരു ചെറിയ പട്ടണമാണ് ബ്രോഡ്ല. വനത്തോട് ചേർന്നു തന്നെയാണ് ബ്രോഡ്ലയുടെ ജനവാസ പ്രദേശങ്ങൾ. വലിയ കൃഷിയിടങ്ങളുമുണ്ട് ഇവിടെ. കൃഷിയിടങ്ങളിൽ പാരമ്പര്യ ശൈലിയിലുള്ള വീടുകൾ. പുൽമേടുകളിൽ അവയെങ്ങനെ നിൽക്കുന്നത് കാണാൻ നല്ല ചന്തമാണ്. സുന്ദരമായ പാതയും പാതയോരങ്ങളും. അതിമനോഹരമാണ് പ്രദേശങ്ങളൊക്കെ തന്നെ. 16-ാം നൂറ്റാണ്ടിൽ അലക്സാണ്ടർ മിസ്കോവ്സ്കി എന്ന പ്രഭുവിന്റെ സ്വകാര്യ സ്വത്തായിരുന്നു ഈ ബ്രോഡ്ല. ഇപ്പോൾ 1000ഓളം ആളുകൾ വസിക്കുന്ന ഗ്രാമമാണിത്. ഇരുനിലയും ചെരിഞ്ഞ മേൽക്കൂരയുമുള്ള വീടുകൾ. പോളണ്ടിന്റെ ഗ്രാമങ്ങളുടെ രൂപഘടനയാണ് ഇവിടെ കാണുന്നത്. സാമാന്യം വലിയ വീടുകളാണ്. വൃത്തിയുള്ള പരിസരവും ഭംഗിയുള്ള വീടുകളും. ഒരു സമ്പന്ന യൂറോപ്യൻ രാജ്യമായി പോളണ്ട് മാറിയിരിക്കുന്നു. അതിന്റെ തെളിവുകൾ ഗ്രാമങ്ങളിൽ പോലുമുണ്ട്. വഴിയോരങ്ങൾ, ഫുട്പാത്തുകൾ, വീടുകളുടെ നിർമ്മാണ രീതി, വൃത്തി, ഭംഗി എന്നിവയെല്ലാം ശ്രദ്ധേയം. മനോഹരമായ ഗ്രാമങ്ങളാണ് പോളണ്ടിലേത്. ഏറെ ദുരന്തങ്ങൾ ഏറ്റുവാങ്ങിയ രാജ്യമാണെങ്കിലും ഇപ്പോൾ ഇതുവഴിയൊക്കെ സഞ്ചരിക്കുമ്പോൾ ഈ ഗ്രാമങ്ങളിൽ ദിവസങ്ങളോളം താമസിക്കാൻ തോന്നും. ധാരാളം മലയാളികൾ ഇപ്പോൾ ഇവിടെയെല്ലാം വന്ന് താമസിക്കുന്നുമുണ്ട്. ബ്രോഡ്ല ഗ്രാമം പിന്നിട്ട് കഴിഞ്ഞു. ബ്രോഡ്ലോവ്ക എന്ന ചെറിയ അരുവിയെ ഇവിടെ വെച്ച് ക്രോസ് ചെയ്യുന്നു. ഒരു ഗ്രാമവും അവിടുത്തെ കൃഷിയിടങ്ങളും പിന്നിടുന്നതോടെ സമാനമായ അടുത്ത ഗ്രാമം എത്തുകയായി. ഇപ്പോൾ പൊറേബ സെഗോട്ടി എന്ന ഒരു ഗ്രാമത്തിലേക്കെത്തുന്നു. 1000ഓളം ആളുകൾ വസിക്കുന്ന ഗ്രാമമാണ് ഇതും. ചെറിയ ജലാശയങ്ങളും വിസ്തൃതമായ പുൽമേടുകളും. ഒരു ടൂറിസം കേന്ദ്രം കൂടിയാണ് പൊറേബ സെഗോട്ടി. ചെറു ഗസ്റ്റ് ഹൗസുകളും ഹോം സ്റ്റേകളുമെല്ലാം ടൂറിസ്റ്റുകൾക്കായി ഒരുങ്ങിയിരിക്കുന്നു. വലതുവശത്ത് ഒരു പഴയ കെട്ടിടം കാണാം. നാശാവസ്ഥയിലുള്ള ഒരു കാസിലാണത്. സെംബേക്കോവ് എന്ന് പ്രാദേശികമായി അറിയപ്പെടുന്ന കെട്ടിടം. അത് പിന്നിട്ട് യാത്ര തുടർന്നു. ചെറു വനപ്രദേശത്തുകൂടി കടന്ന് പൊറേബ സെഗോട്ടിയിലൂടെ തന്നെയാണ് യാത്ര. ഇവിടുത്തെ സെന്റ് മാർട്ടിൻ ആൻഡ് സെന്റ് മാർഗ്രറ്റ് ചർച്ചാണ് ഇടതുവശത്ത്.
ഒരു പള്ളി ഇവിടെ ഏതു ഗ്രാമത്തിലും ഉണ്ടാവും. അൽവേർണിയ എന്ന പ്രദേശത്തേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. 10 ഗ്രാമങ്ങൾ ഉൾപ്പെടുന്ന അൽവേർണിയ മുനിസിപ്പാലിറ്റിയുടെ ആസ്ഥാനം കൂടിയാണ് ഇവിടം. 3300 ആളുകൾ വസിക്കുന്ന പ്രദേശം. 1923 മുതൽ പ്രവർത്തിക്കുന്ന ഒരു കെമിക്കൽ ഫാക്ടറിയുടെ പേരിൽ പ്രശസ്തമാണ് അൽവേർണിയ. ഫോസ്ഫറസ് കോമ്പൗണ്ടുകളും രാസവളവും നിർമ്മിക്കുന്ന ഫാക്ടറിയാണത്. എല്ലാ ഗ്രാമത്തിലും ഒരു പള്ളിയുണ്ട്. കത്തോലിക്കരുടെ സ്വാധീനം ശക്തമായുള്ള നാടാണ് പോളണ്ട്. യൂറോപ്പിൽ ഏറ്റവും അധികം കത്തോലിക്ക വിശ്വാസികളുള്ളത് പോളണ്ടിലാണെന്ന് പറയാം. ദൃഢമായ വിശ്വാസമാണത്. ഒരു ഗ്രാമം കഴിഞ്ഞാൽ പിന്നെ കുറേ ഭാഗം ഈ വിധം വിജനപ്രദേശങ്ങളാണ്. ചിലയിടത്ത് ചോളപ്പാടങ്ങൾ. ഇവിടെയും കാണാം ഒരു പള്ളി. ഇപ്പോൾ ക്വാഷാല എന്നൊരു പ്രദേശത്തേക്കെത്തുന്നു. ഗ്രാമത്തിന്റെ കാഴ്ചകളിൽ മുഴുകി ഞാനിരുന്നു. പലപ്പോഴും അത് പിന്നിട്ട ഗ്രാമങ്ങളിലെ കാഴ്ചകളുടെ ആവർത്തനവുമാകുന്നു. ഇവിടെ ഗ്രാമങ്ങൾക്കും പട്ടണങ്ങൾക്കുമെല്ലാം പോളിഷ് പേരുകൾ തന്നെയാണ്. എന്നാൽ ഓഷ്വിറ്റ്സ് എന്നതു മാത്രം ജർമ്മൻ പേരാണ്. ഓഷ്വീസിം എന്നാണ് അതിന്റെ പോളിഷ് നാമം. ഇപ്പോൾ ബാബീസ് എന്നൊരു ഗ്രാമത്തിലേക്ക് എത്തിയിരിക്കുന്നു. ബാബീസിലെ ഓൾ സെയിൻസ് പാരിഷ് ചർച്ചാണ് മുന്നിൽ കാണുന്നത്. 1500 ആളുകളാണ് ബാബീസിൽ വസിക്കുന്നത്. 14-ാം നൂറ്റാണ്ടിൽ ഓഷ്വീസിം പ്രഭുവിന്റെ ഭരണത്തിൻ കീഴിലായിരുന്നു ബാബീസ്. പ്രഭു കുടുംബം പിന്നീട് ഈ പ്രദേശം പോളണ്ടിലെ രാജാവിന് വിൽക്കുകയായിരുന്നു. ഇത്തരം ഗ്രാമങ്ങളിൽ നിന്നുമാണ് പോപ്പ് ജോൺ പോളിനെ പോലുള്ളവർ ഉയർന്നു വന്നത്. കേരളത്തിലെ ഗ്രാമങ്ങൾ പോലെയല്ല ഇവിടെ. ചെറുപട്ടണങ്ങൾ എന്നു തന്നെ ബാബീസ് പോലുള്ള പ്രദേശങ്ങളെ വിശേഷിപ്പിക്കാം. 2-ാം ലോകമഹായുദ്ധകാലത്ത് ഓഷ്വിറ്റ്സ് കോൺസെൻട്രേഷൻ ക്യാമ്പിന്റെ ഒരു ചെറിയ സബ് യൂണിറ്റ് പ്രവർത്തിച്ചിരുന്നു ബാബീസിൽ. 300ഓളം തടവുകാരാണ് അവിടെ ഉണ്ടായിരുന്നത്. നാസികളുടെ ഒരു അഗ്രികൾച്ചർ ഫാം ഈ പ്രദേശത്തുണ്ടായിരുന്നു. അവിടേക്കുള്ള തൊഴിലാളികളായാണ് തടവുകാരെ നിയോഗിച്ചിരുന്നത്. ബുക്കോവിക്ക നേച്ചർ റിസർവ് എന്ന ഒരു വനത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. താരതമ്യേന ചെറിയ ഒരു നേച്ചർ റിസർവാണിത്. ഓരോ ഗ്രാമത്തെയും പട്ടണങ്ങളെയും തമ്മിൽ വേർതിരിക്കുന്നത് ഇത്തരം വനപ്രദേശങ്ങളാണ്. പോളണ്ടിലാകെ ഇത്തരത്തിലുള്ള 1500ഓളം നേച്ചർ റിസർവുകളുണ്ട്. പഴയ യൂറോപ്യൻ കഥകളിൽ കർഷകൻ മരം വെട്ടാനായി കാട്ടിലേക്ക് പോയതായി വിവരിച്ചു കാണാറുണ്ട്. ഓരോ ഗ്രാമത്തോട് ചേർന്നും വനമുണ്ട് എന്നതാണ് അതിന് കാരണം. സാർക്കി എന്ന ഗ്രാമമാണിത്. താരതമ്യേന വലിയ ഗ്രാമമാണ് സാർക്കി. 5000ഓളം ആളുകളുള്ള ഗ്രാമം. അതിന്റെ ഒരു ചെറു കോണിലൂടെയാണ് ഹൈവേ കടന്നു പോകുന്നത്. ടൂറിസ്റ്റ് ഗസ്റ്റ് ഹൗസുകളും ഹോട്ടലുകളുമെല്ലാം ഉണ്ട് സാർക്കിയിൽ. പഴയൊരു കാസിലുമുണ്ട് ഗ്രാമത്തിന്റെ ഒരു ഭാഗത്ത്. സമ്പുഷ്ടമായൊരു ഗ്രാമീണ സംസ്കാരമാണ് പോളണ്ടിലേത്. നാടോടി കഥകളും നാടോടി കലകളും പാരമ്പര്യ വേഷങ്ങളുമുള്ള ഗ്രാമങ്ങൾ. അനേകം മിത്തുകളും ഇതിഹാസങ്ങളുമുണ്ട് ഓരോ ഗ്രാമത്തിലും. പിശാചുക്കളും അതിമാനുഷ്യരുമെല്ലാം പോളണ്ടിന്റെ നാടോടി കഥകളിലെ കഥാപാത്രങ്ങളാണ്. വിചിത്രമായ ചില ആചാരങ്ങളും ആഘോഷങ്ങളുമുണ്ട് പല ഗ്രാമങ്ങളിലും. പിശാചുക്കളുടെ വേഷം ധരിച്ചുള്ള ഘോഷയാത്ര നടക്കുന്ന ചില ദിനങ്ങളുമുണ്ട്. ഇത് ലിബിയാസ് എന്ന പ്രദേശമാണ്. ജാനിന കോൾമൈൻ എന്ന കൽക്കരി ഖനിയുടെ പേരിൽ പ്രസിദ്ധമായ സ്ഥലമാണ് ലിബിയാസ്. വനപ്രദേശത്തു കൂടിയായി യാത്ര. ബുഡ്സോവി എന്നൊരു സ്ഥലമാണിത്. ബുഡ്സോവി കഴിയുന്നതോടെ ഗോർസോവ് എന്ന ഗ്രാമമായി. ഒരു വ്യാവസായിക പ്രദേശമാണ് ഗോർസോവ്. ട്രക്കുകളും കണ്ടെയ്നറുകളുമെല്ലാം നിരന്നു കിടക്കുന്നു. പല ഖനികൾ ഈ പ്രദേശങ്ങളിലെല്ലാമുണ്ട്. അവിടെ നിന്നുള്ള ഖനിജങ്ങളുടെ സംസ്കരണശാലകളും. എല്ലായിടവും വൃത്തിയായി സംരക്ഷിക്കുന്നുണ്ട്. സാമ്പത്തികമായി ഉന്നതിയിലാണ് രാജ്യമെന്നതിന്റെ സൂചന തന്നെയാണത്. പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയും സൗന്ദര്യവും തകർക്കുന്നതായി ഒന്നും ഇവിടെയില്ല. ഇവിടെ വെച്ച് വിസ്റ്റുല നദിയെ ഒരിക്കൽ കൂടി ക്രോസ് ചെയ്യുന്നു. ക്രാക്കോവിൽ വെച്ച് വിസ്റ്റുലയെ ഒരിക്കൽ മറികടന്നതാണ്.
നിരന്ന കൃഷിയിടങ്ങൾക്ക് നടുവിലൂടെയുള്ള പാതയിലൂടെ വീണ്ടും യാത്ര. ഓഷ്വിറ്റ്സിനടുത്തേക്ക് എത്തിക്കഴിഞ്ഞു. അൽബേനിയ, മാൽഡീവ്സ്, ജോർജിയ, എത്യോപ്യ. സഞ്ചാരം വോളിയം നമ്പർ 11. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 9995444222 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഓഷ്വിറ്റ്സ് നഗരപ്രാന്തമാണിത്. മരണത്തിന്റെ ഗന്ധമുള്ള ഒരു പ്രദേശം. ഇവിടെ എത്തുമ്പോഴേക്കും ടൂറിസ്റ്റ് ബസ്സുകളുടെ തിരക്കാണ്. വാഹനത്തിൽ നിന്നിറങ്ങി ഞങ്ങൾ നടന്നു. അധികം ആരും അറിയാത്ത ഒരു ഗ്രാമമായിരുന്നു പണ്ട് ഓഷ്വിറ്റ്സ്. ഇന്നാകട്ടെ ഇവിടെ ആയിരങ്ങൾ എത്തുന്നു. സ്റ്റേറ്റ് മ്യൂസിയം ഓഫ് ഓഷ്വിറ്റ്സ് ആൻഡ് ബെർക്കനൌ എന്ന ബോർഡ്. 15 ലക്ഷം ആളുകളെ കൊന്ന് അവരുടെ ശരീരം ചുട്ടരിച്ച സ്ഥലമാണ്. ഡ്രൈവർ അപ്പൂപ്പൻ ഞങ്ങളെ ഒരു കെട്ടിടത്തിന്റെ സമീപത്തേക്ക് നയിച്ചു. റിസപ്ഷനും ലൈബ്രറിയും എല്ലാം ചേർന്ന കെട്ടിടമാണ്. ഇവിടെ കാത്തുനിൽക്കണം. ഡ്രൈവർ ഞങ്ങളെ ഒരു ഗൈഡിനെ ഏൽപ്പിക്കുകയായിരുന്നു. അവർ ഞങ്ങൾക്കുള്ള ടിക്കറ്റ് എടുത്തു. പല സംഘങ്ങളായി ഓരോ ഗൈഡിനൊപ്പമേ അകത്തേക്ക് കയറ്റിവിടുകയുള്ളൂ. 40 പേരുടെ സംഘത്തിന് ഒരു ഗൈഡ് ഉണ്ടാവും. പല ഭാഗത്തു നിന്ന് വന്നവർ ചെറുകൂട്ടങ്ങളായി ഊഴം കാത്തുനിൽക്കുന്നു. ഓരോ ഗ്രൂപ്പിനും നിശ്ചിത സമയമുണ്ട്. ഞങ്ങളോട് 15 മിനിറ്റ് കാത്തുനിൽക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ആ നേരം കൊണ്ട് ഞാൻ പുറത്തുകൂടി ഒന്ന് ചുറ്റി നടന്നു. പണ്ട് ഓഷ്വിയേസിം എന്ന ചെറിയൊരു ടൗൺ ഉണ്ടായിരുന്നു ഇവിടെ. അതിനു പുറത്ത് നാസികൾ ഒരു എക്സ്റ്റർമിനേഷൻ ക്യാമ്പ് തുടങ്ങുകയായിരുന്നു. അന്ന് ചെറിയൊരു ക്യാമ്പായിരുന്നു അത്. പിന്നീട് തടവുകാരുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് കെട്ടിടങ്ങൾ വിപുലമാക്കി. ഇവിടെ ഒരു സെക്യൂരിറ്റി ചെക്കുണ്ട്. പരിശോധന കഴിഞ്ഞ് മറുഭാഗത്തെത്തി. മറ്റുള്ളവർക്കായി ഞാൻ അല്പനേരം കാത്തുനിന്നു. 2ാം ലോകമഹായുദ്ധകാലത്ത് ജൂതന്മാരെയും പോളണ്ടുകാരെയും ജിപ്സികളെയും കൊലപ്പെടുത്താനുള്ള ഒരിടം മാത്രമായിരുന്നില്ല ഇവിടം. ശാസ്ത്രീയമായ ചിട്ടകളും സംവിധാനങ്ങളുമാണ് ഓഷ്വിറ്റ്സ് കോൺസെൻട്രേഷൻ ക്യാമ്പിലുണ്ടായിരുന്നത്. ഭീകരതയുടെയും കൂട്ടക്കൊലയുടെയും വംശഹത്യയുടെയും ഏറ്റവും വലിയ പ്രതീകമായി ഇന്ന് ലോകമെങ്ങും അറിയപ്പെടുന്നത് ഓഷ്വിറ്റ്സ് കോൺസെൻട്രേഷൻ ക്യാമ്പാണ്. 11 മുതൽ 15 ലക്ഷം വരെ ആളുകൾ ഇവിടെ കൊല ചെയ്യപ്പെട്ടെന്നാണ് കണക്ക്. ഈ ക്യാമ്പിന്റെ മേധാവിയും നാസി നേതാവുമായിരുന്ന റുഡോൾഫ് ഹോസ് വിചാരണവേളയിൽ നൽകിയ മൊഴി 30 ലക്ഷം ആളുകളെ ഓഷ്വിറ്റ്സ് ക്യാമ്പിൽ കൊലപ്പെടുത്തിയെന്നാണ്. ക്യാമ്പിലെ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിന്റെ സമീപത്തുകൂടിയാണ് നടക്കുന്നത്. ആളുകളെ ക്രൂരമായി പീഡിപ്പിക്കാനും കൊന്നുതള്ളാനുമാണ് ഈ ക്യാമ്പ് ഉപയോഗിച്ചതെങ്കിലും അതിന് കൃത്യമായ ചിട്ടകളുണ്ടായിരുന്നു. ക്യാമ്പ് മേധാവി റുഡോൾഫ് ഹോസ് തന്നെയാണ് ആ ചിട്ടകൾ ഉണ്ടാക്കിയത്. ഇതാണ് യഥാർത്ഥ കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്കുള്ള ഗേറ്റ്. അതിനു മുകളിൽ അധ്വാനം നിങ്ങളെ സ്വതന്ത്രരാക്കും എന്ന് എഴുതി വച്ചിരിക്കുന്നു. എന്നാൽ ഇവിടെ നിന്നും സ്വതന്ത്രരായവർ വളരെ ചുരുക്കമായിരുന്നു. ഇവിടെ ഒരു ഇരട്ട വേലിക്കെട്ടുണ്ട്. അത് കടക്കുന്നതോടെ ഓഷ്വിറ്റ്സിലെ ക്രൂരതയുടെയും കൂട്ടക്കൊലകളുടെയും പ്രദേശത്തേക്ക് എത്തുന്നു. വൈദ്യുതി പ്രവഹിച്ചിരുന്ന വേലിയാണിത്. ഇതിനകത്തേക്ക് 1940-കളിൽ വന്ന് കയറിയവരിൽ അധികം ആരും തന്നെ തിരിച്ചു പോയിട്ടില്ല. ആരെങ്കിലും തടവു ചാടിയാൽ അവരുടെ ബന്ധുക്കളെ ഇവിടേക്ക് പിടിച്ചുകൊണ്ടുവരികയും പരസ്യമായി പീഡിപ്പിക്കുകയും ചെയ്തിരുന്നു. അതിനാൽ മിക്കവരും തടവു ചാടാൻ ശ്രമിക്കുക പോലും ചെയ്തില്ല. അപൂർവം ചിലർ തടവു ചാടി രക്ഷപ്പെട്ടിട്ടുമുണ്ട്. അതോടെ അവരുടെ സെല്ലിലുള്ള മറ്റുള്ളവർ ക്രൂരമായ പീഡനങ്ങൾക്കോ വെടിയുണ്ടകൾക്കോ ഇരയാവുന്നതായിരുന്നു പതിവ്. ഗ്യാസ് ചേംബറിൽ വിഷപ്പുകയേൽപ്പിക്കൽ, പട്ടിണിക്കിടൽ, മെഡിക്കൽ പരീക്ഷണങ്ങൾ, കഠിന ജോലി എന്നിവയിലൂടെയാണ് ഈ ക്യാമ്പിൽ ആളുകളെ കൊന്നു തള്ളിക്കൊണ്ടിരുന്നത്. ഒട്ടേറെ പേരെ വെടിവെച്ചും തൂക്കിയും കൊലപ്പെടുത്തി. ശരിക്കും ഓഷ്വിറ്റ്സ് സമുച്ചയത്തിൽ 3 ക്യാമ്പുകളാണുണ്ടായിരുന്നത്. ഈ ഭാഗം ഓഷ്വിറ്റ്സ് 1 എന്നറിയപ്പെടുന്നു. ഭരണകേന്ദ്രം ഉൾപ്പെടുന്ന ഭാഗം. ഓഷ്വിറ്റ്സ് 2 എക്സ്റ്റർമിനേഷൻ സെന്ററാണ്, ഉന്മൂലനത്തിന്റെ കേന്ദ്രം. ഓഷ്വിറ്റ്സ് 3 വർക്ക് ക്യാമ്പായിരുന്നു.
1940-ലാണ് പോളിഷ് പട്ടാള ബാരക്കുകളുടെ മാതൃകയിൽ ഈ ഒന്നാം ക്യാമ്പ് തുടങ്ങിയത്. കൃത്യതയോടെ പണിത കെട്ടിടങ്ങൾ, നമ്മുടെ ഒരു യൂണിവേഴ്സിറ്റിക്കില്ലാത്തത്ര അടിസ്ഥാന സൗകര്യങ്ങൾ, വലിയൊരു പ്രദേശത്താകെ നിറഞ്ഞു നിൽക്കുന്ന ഗംഭീരമായ കെട്ടിടങ്ങൾ. മനുഷ്യരെ കൂട്ടക്കൊല ചെയ്യാനായി ഒരുക്കിയതാണ് ഇതെല്ലാമെന്നോർക്കണം. തടവുകാരുടെ എണ്ണം വർദ്ധിക്കുന്നതിനനുസരിച്ച് ഇവിടെ കെട്ടിടങ്ങൾ നിർമ്മിച്ചുകൊണ്ടേയിരുന്നു. തടവുകാരായി എത്തിയ വിദഗ്ധ തൊഴിലാളികളെ തന്നെയാണ് അതിനായി നിയോഗിച്ചത്. ചുടുകട്ട കൊണ്ട് നിർമ്മിച്ച 20-ലേറെ കെട്ടിടങ്ങളാണ് ഈ ഓഷ്വിറ്റ്സ് 1-ലുള്ളത്. 2ഉം 3ഉം നിലയുള്ള കെട്ടിടങ്ങളാണ്. ഇതിൽ ചിലത് നാസി പട്ടാളക്കാരുടെ ബാരക്കുകളായിരുന്നു. ക്യാമ്പ് ഓഫീസർമാരുടെ കാര്യാലയങ്ങളും താമസയിടങ്ങളും ഉണ്ടായിരുന്നു കെട്ടിടങ്ങളിൽ. ഓഷ്വിറ്റ്സ് 1 യുദ്ധത്തിന്റെ അവസാന ഘട്ടത്തിൽ തകർക്കപ്പെട്ടിരുന്നില്ല. ഇതിവിടുത്തെ 4ാം ബ്ലോക്കാണ്, ഉന്മൂലനത്തിന്റെ ഒരു കേന്ദ്രം. ആ കെട്ടിടത്തിലേക്ക് ഞങ്ങൾ കയറി ചെന്നു. ചുമരിൽ ക്യാമ്പിനെക്കുറിച്ചുള്ള വിശേഷങ്ങളാണ് പ്രദർശിപ്പിച്ചിരിക്കുന്നത്. 11 ലക്ഷം ജൂതന്മാരും 1.5 ലക്ഷം പോളണ്ടുകാരും ഉൾപ്പെടെ 13 ലക്ഷം പേരെയാണ് നാസികൾ ഈ ക്യാമ്പിലേക്ക് കൊണ്ടുവന്നത്. ഈ സ്ത്രീയാണ് ഞങ്ങളുടെ ഗൈഡ്. മരിച്ചവരിൽ 90% ജൂതന്മാരായിരുന്നു. ഓഷ്വിറ്റ്സിലേക്ക് ആളുകളെ കൊണ്ടുവന്നിരുന്നതിന്റെ നടപടിക്രമങ്ങളാണ് ഈ ചിത്രങ്ങളിലൂടെ വിവരിക്കുന്നത്. ഹംഗറിയിൽ നിന്നുള്ള ഒരമ്മയും മക്കളും ഉൾപ്പെടുന്ന സംഘമാണിത്. മരണത്തിലേക്കാണെന്നറിയാതെ നിഷ്കളങ്കമായി നടന്നുവരുന്ന കുഞ്ഞുങ്ങൾ. തീവണ്ടിയുടെ ചരക്കു വാഗണുകളിൽ കുത്തിനിറച്ച് കൊണ്ടുവരുമ്പോൾ ആ വാഗണിൽ നിന്നൊന്ന് പുറത്തിറങ്ങിയാൽ മതിയെന്നാവും തടവുകാരുടെ ചിന്ത. ഭക്ഷണവും വെള്ളവുമില്ലാതെ ശരിക്കൊന്ന് ശ്വസിക്കാൻ പോലും ആകാതെയായിരുന്നു അവരുടെ യാത്ര. ക്യാമ്പിൽ വന്നിറങ്ങിയവരെയെല്ലാം ഉടനെ തരം തിരിക്കും. പുരുഷന്മാർ, സ്ത്രീകൾ, വൃദ്ധർ, കുട്ടികൾ, രോഗികൾ എന്നിങ്ങനെ. അതിൽ വൃദ്ധരെയും രോഗികളെയും കുട്ടികളെയും ഉടനെ തന്നെ ഗ്യാസ് ചേംബറുകളിലേക്ക് അയക്കും. മരണത്തിന്റെ ഷവറിന് ചുവട്ടിലേക്ക്. എന്ത് തെറ്റിനാണ് തങ്ങൾ കൊല ചെയ്യപ്പെടുന്നതെന്നറിയാതെ 11 ലക്ഷം പേരുടെ പ്രേതങ്ങൾ അലയുന്ന വലിയൊരു ക്യാമ്പാണിത്. ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ അനുഭവിക്കുന്ന ഒരു ഭീകരതയുണ്ട്, വേദനയുണ്ട്, വിങ്ങലുണ്ട്. കാഴ്ചകൾ കണ്ട് നിറമിഴികളോടെ കടന്നു പോകുന്നവരെയാണ് ഇവിടെ കാണാനാവുക. തടവുകാരെ ട്രെയിനിൽ കൊണ്ടുവന്നിറക്കുന്നു. അടുത്തുള്ള ബെർക്കനൌ സ്റ്റേഷനിലാണ് ആളുകളെ കൊണ്ടുവന്നിറക്കിയിരുന്നത്. അവിടെ വെച്ചു തന്നെ കുടുംബങ്ങളിലെ സ്ത്രീകളെയും കുട്ടികളെയും പുരുഷന്മാരിൽ നിന്ന് വേർപെടുത്തുന്നു. നാസി ഡോക്ടർമാർ പുരുഷന്മാരെ പരിശോധിച്ച് ജോലി ചെയ്യാൻ യോഗ്യരായവരെ തിരഞ്ഞെടുക്കുന്നു. മറ്റുള്ള എല്ലാവരെയും നേരെ ഗ്യാസ് ചേംബറിലേക്ക് അയക്കുന്നു. കഴിവതും നേരത്തെ ആളുകളെ കൊന്നുകളയുക എന്നതായിരുന്നു നയം. കൂടുതൽ കാലം നിർത്തിയാൽ അവർക്ക് ഭക്ഷണം നൽകണമായിരുന്നല്ലോ. ബെർക്കനൌവിലെ റെയിൽവേ പ്ലാറ്റ്ഫോമാണിത്. ഈ സ്ഥലത്തേക്കെല്ലാം ഞാൻ ഇനി പോകുന്നുണ്ട്. ഗൈഡ് കാണിച്ചു തരുന്നിടത്താണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത്. അവിടെ നിന്നും ബെർക്കനൌ എന്ന ക്യാമ്പിലേക്കെത്തും. ഓഷ്വിറ്റ്സ് 1-ന്റെ പല മടങ്ങ് വലിപ്പമുള്ള ക്യാമ്പ്. ഓരോ ചെറുവരയും വലിയ കെട്ടിടങ്ങളാണ്. ഇവിടെ ഒരു ചില്ലുകൂട്ടിൽ കുറെ ടിന്നുകളുണ്ട്. ഗ്യാസ് ചേംബറിൽ പ്രയോഗിക്കാനുള്ള വിഷം കൊണ്ടുവന്നിരുന്ന ടിന്നുകളാണ്. സൈക്ലോൺ ബി എന്ന വിഷം പെല്ലറ്റുകളായാണ് ഇതിൽ കൊണ്ടുവന്നിരുന്നത്. സയനൈഡ് മിശ്രിതമാണ് സൈക്ലോൺ ബി. അതിന്റെ പുക ഗ്യാസ് ചേംബറിൽ നിറച്ച് ആളുകളെ കൊന്നുകൊണ്ടിരുന്നു. ആയിരക്കണക്കിന് ടിന്നുകൾ. ലക്ഷക്കണക്കിന് ആളുകളെ കൊന്ന വിഷമാണ് അതിലുണ്ടായിരുന്നത്. ഞങ്ങൾ ബ്ലോക്ക് 4-ൽ നിന്നിറങ്ങി. കാഴ്ചകൾ തീർന്നിട്ടില്ല, തുടങ്ങിയിട്ടേയുള്ളൂ. വംശീയതയും മതാന്ധതയും എത്ര വിനാശകരമാണെന്ന് നമ്മൾ അറിയുന്നില്ല. ഇന്ത്യക്കാരായ നമ്മൾ അതിൻ്റെ ഭീകരത ശരിക്കും അറിഞ്ഞിട്ടില്ല. സർവനാശമാണ് ഫലം. നാസികൾ 60 ലക്ഷം ജൂതരെ കൊന്നപ്പോൾ
നഷ്ടം ജൂത സമൂഹത്തിന് മാത്രമായിരുന്നില്ല. ആ കൊലയ്ക്ക് കാരണക്കാരായ ഭരണാധികാരികൾ കൊല്ലപ്പെട്ടു. നഗരങ്ങൾ തച്ചുടയ്ക്കപ്പെട്ടു. രാജ്യം തകർന്നുപോയി. ജർമ്മനിയുടെ തലസ്ഥാനം തന്നെ ഇല്ലാതെയായിപ്പോയി. സങ്കുചിതത്വം ഒരു രാജ്യത്തെ എവിടെയെത്തിച്ചു എന്നതിൻ്റെ ഇതിഹാസ പാഠമാണ് ഈ ഓഷ്വിറ്റ്സ് ക്യാമ്പിലൂടെ നടക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് കയറി വരുന്നത്. ആ ചിന്തകളിലൂടെ അടുത്ത കാഴ്ചയിലേക്ക് നടന്നു.